ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട്, പ്രത്യേകിച്ച് ബാക്കി വന്നിട്ടുള്ള ചോറും അല്പം ശർക്കരയും നെയ്യും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1.5 കപ്പോളം ഉള്ള ബാക്കി വന്നിട്ടുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോറ് കുത്തരിയിലെ ചോറാണ്. നിങ്ങൾക്ക് എന്ത് ചോറും വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജയ അരി അല്ലെങ്കിൽ മട്ട അരി, പൊന്നിയരി എന്തും ആയിക്കോട്ടെ, നമുക്ക് ചോറ് ആവണമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ 1.5 കപ്പോളം ഉള്ള ചോറിന് ഞാൻ ഒരു 1/4 കപ്പ് ഇല്ല, അതിൻ്റെ തൊട്ട് താഴെ അളവിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. എന്നിട്ട് നമുക്കിതൊരു മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിന് എനിക്ക് മിക്സിയുടെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറാണ് നല്ലത്, അല്ലെങ്കിൽ വലിയ ജാർ എടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല മഷി പോലെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു തരത്തിൽ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ശർക്കരയൊക്കെ ഒന്ന് എന്താ പറയുക ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പോളമുള്ള ശർക്കര, അത് ഞാൻ ശർക്കര ഇങ്ങനെ ഒന്ന് ഇടിച്ചിട്ടാണ്, നമുക്ക് സ്ക്വയർ ആയിട്ടാണ് കിട്ടുക. അത് ഇടിച്ചിട്ട് ഞാൻ ഒരു കപ്പിൽ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് 200 ml കപ്പാണ്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പോളമുള്ള വെള്ളം, ഒത്തിരി വെള്ളം ചേർത്ത് നമുക്കിത് ഭയങ്കര ലൂസാക്കി എടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1/4 കപ്പിന് 1/2 കപ്പോളമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിനി ഈ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ, ഈ ഒരു ശർക്കരപ്പാനി ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്കൊരു ചെറിയ മിക്സും കൂടെ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്ത അരിപ്പൊടി ആണെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതും ആ അരിപ്പൊടി ഒന്ന് അലിഞ്ഞ് വരാൻ തക്കത്തിനുള്ള വെള്ളം ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര എന്തായെന്ന് നോക്കാം. ശർക്കരയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇനി ഒന്നും കൂടെ നമുക്ക് അലിഞ്ഞ് വരാനുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ എനിക്ക് കിടക്കുന്നത് കാണാം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം അരിച്ചെടുത്ത ശർക്കരപ്പാനി വീണ്ടും ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം ഈ ശർക്കരപ്പാനിയിൽ ചെറിയ തരിതരികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാണ്ട് നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നോക്കരുത്. നമുക്ക് കല്ലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അരിച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 200 ml ഉള്ള ശർക്കരപ്പാനിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി ചൂടൊന്നുമല്ല കേട്ടോ, വെട്ടി തിളയ്ക്കുന്ന ചൂടൊന്നുമല്ല. ഇച്ചിരി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോറിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചോറെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം അതായത് തീ കത്തിച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോറും ശർക്കരപ്പാനിയൊക്കെ മിക്സായി ചെറിയൊരു തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. അതിനുശേഷം നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും ഇതിനകത്തോട്ട് ചേർത്ത് ഉടനടി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കാവാൻ തുടങ്ങും. അത് അരിപ്പൊടി ആയിക്കോട്ടെ, കോൺഫ്ലവർ ചേർത്തിട്ട് ആയിക്കോട്ടെ, മൈദപ്പൊടി ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അടുത്ത് നിന്ന് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഈ ഒരു മിക്സ് പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരവസ്ഥ, അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ വളരെ കുറച്ച് നെയ്യ് മാത്രം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സാധാരണ രീതിയിൽ ഒത്തിരി നെയ്യൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ നെയ്യൊന്നും ഒത്തിരി ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അന്നേരം നമുക്ക് നെയ്യൊന്നും അധികം ചേർക്കേണ്ട വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, തേങ്ങാപ്പാലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്കിനി തേങ്ങാപ്പാലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, സ്വാദ് കൂടത്തേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്.
ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇത് തികച്ചും ഓപ്ഷണലാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് കാണിക്കുന്നതും. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 കപ്പിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള വെള്ളവും ചേർത്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, സാധാരണ പുഡിങ്ങിനൊക്കെയാണ് അങ്ങനെ ചെയ്യുക. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉരുക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ നമ്മുടെ ആ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ നിറക്ക് ഇങ്ങനെ മാറി നന്നായിട്ട് ബ്രൗൺ ആയി വരും. ആ ഒരു സമയത്ത് ഉടനെ തന്നെ ഞാൻ ആ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹൽവ, ഇതൊരു ഹൽവയാണ് കേട്ടോ. ഈ ഒരു ഹൽവയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ശർക്കര നിങ്ങൾ കുറച്ച്, അതുകൊണ്ടാണ് ശർക്കര ഞാൻ വളരെ കുറച്ച് അളവിലെടുത്തത്. കാരണം ഇതിനകത്ത് അല്പം മധുരം കാണും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. പഞ്ചസാര ഉരുകിയിട്ട് ഉടനെ തന്നെ നമുക്കിത് ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും നമുക്ക്. നല്ലൊരു എന്താ പറയുക, ഒരു ഗോൾഡനോ ബ്രൗൺ എന്നൊക്കെ പറയാം, ആ ഒരു കളറും കിട്ടും. നല്ലൊരു സ്വാദുമാണ് നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക്. അപ്പോൾ തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല, ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കി ഇത് ഒരു നമ്മുടെ പാത്രത്തിൽ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം 25 മിനിറ്റെങ്കിലും സമയമെടുക്കും. പിന്നെ ഫ്ലെയിം ഇടയ്ക്ക് മീഡിയത്തിലും ഹൈയിലോട്ടും മാറ്റുക. നമ്മൾ ഈ ഒരു ഒന്ന് തിക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോയിലോട്ട് ഇടരുത് കേട്ടോ. പിന്നെ മീഡിയം ടു ഹൈ മാറ്റി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്, ഞാൻ ഇതിന് മുൻപും ചോറ് വെച്ചിട്ട് പഴം കൂടെ ചേർത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേരുണ്ടാക്കി നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കുറച്ച് പേര് പറഞ്ഞു അത് കറക്റ്റായി വന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഏലക്കയുടെ കുരു, അത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഏലക്കയുടെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത്, ഇതും തികച്ചും ഓപ്ഷണലാണ്. ഇതൊക്കെ ചേർത്തുന്നത് നല്ലതാണ്. ഇതില്ലെങ്കിലും നമുക്ക് ചോറും ആ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നെയ്യ് വേണമെന്നില്ല, അതുപോലെ തന്നെ ശർക്കരയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ആർഭാടങ്ങളാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി പാത്രത്തിൽ നിന്നൊക്കെ കണ്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടെ നന്നായിട്ട് ഇതൊന്ന് പാത്രത്തിൽ ഒഴുകി നടക്കണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും ചോറ് 1-2 അല്ലെങ്കിൽ ഒരു ബൗളോ അല്ലെങ്കിൽ 1-2 ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ ബാക്കി വരാറുണ്ട്. എപ്പോഴും നമ്മൾ വെക്കുന്നത് കറക്റ്റായിട്ട് എല്ലാവരും ഒരുപോലെ എല്ലാ ദിവസം കഴിക്കുന്നത് പോലെ കഴിച്ചോളണം എന്നില്ല. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന 1/2 കപ്പ് ചോറ് കൊണ്ടാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരിയും കൂടെ മധുരം കുറച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. കാരണം ഒത്തിരി മധുരം നല്ലതല്ലല്ലോ. പിന്നെ പഞ്ചസാര എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ രുചി കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ചായപാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഓരോ വീഡിയോയിൽ പറയുമ്പോൾ ചായപാത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് മിക്കവരും, ഇത് ഏതാണ് ചായപാത്രത്തിലൊന്ന് കാണിക്കാവോ എന്നുള്ളത്. ഞാൻ സാധാരണ ചായപാത്രത്തിൻ്റെ പിടി ഊരിയിട്ടാണ് ഇതുപോലത്തതൊക്കെ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ആ പിടിയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്തോട്ട് അല്പം നെയ്യോ അല്പം വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അല്പം ബദാമോ അല്ലെങ്കിൽ കശുവണ്ടിയോ, ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അല്പം വെളുത്തിട്ടുള്ള എള്ള്, സെസമി സീഡ്സ് എന്നൊക്കെ പറയും, അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് എടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം അത് എന്തുകൊണ്ട് അങ്ങനെ ഇട്ടേന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹൽവ ഇതിനകത്തോട്ട് ഒന്ന് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ, ബട്ടർ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നെയ്യ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതൊക്കെ ഓപ്ഷനുകളാണ്. ഇതിന് പകരം എന്തെന്നുള്ളതിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ അതിൻ്റെ സ്പൂണിൻ്റെ പുറകിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ സ്പൂണിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ വളരെ നീറ്റായിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് അമർത്തി കൊടുക്കാൻ പറ്റും. നമ്മൾ അമർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വിള്ളൽ പോലെ അങ്ങ് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് സ്പൂണിൽ നെയ്യൊക്കെ പുരട്ടി ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക.
ഇനി നമുക്ക് ഈ ഒരു പാത്രം റൂം ടെമ്പറേച്ചറിൽ തന്നെ കിച്ചണിൽ തന്നെ ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അപ്പോൾ അതവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. അത് നോക്കിക്കേ, ആ നെയ്യൊക്കെ കണ്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ടയാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇരുന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിത് മറിച്ച് തിരിച്ചിടുന്നതിന് മുൻപ് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കണം. ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചത് അത് പെട്ടെന്ന് തന്നെ പോരും, നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതല്ലേ. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മറിച്ചിടുക. അത്രേ വേണ്ടൂ, നമ്മുടെ സൂപ്പർ അലുവ ഇവിടെ റെഡിയാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ടും അങ്ങനത്തെ സംഭവങ്ങൾ, നെയ്യ്, ശർക്കര ഇതൊക്കെ വെച്ചിട്ട് കണ്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. പാത്രത്തിൽ കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ. ഇത് ഹൽവ എന്നോ കിണ്ണത്തപ്പം എന്നോ എന്ത് വേണമെങ്കിലൊക്കെ പറയാം കേട്ടോ. കിണ്ണത്തപ്പം സാധാരണ ആവിയിലാണ് വെക്കുക, പക്ഷെ ഇത് ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഹൽവയ്ക്കും കിണ്ണത്തപ്പത്തിനൊക്കെ ഒരേ ടേസ്റ്റ് പോലെ തോന്നും. അപ്പോൾ ഇതുകൊണ്ടാണ് കണ്ടില്ലേ ആ മേലെയുള്ള എള്ളും കശുവണ്ടിയൊക്കെ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് മാത്രം ഞാൻ ഇട്ടതാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഞാൻ ഈ മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി അത് കുറച്ചും കൂടെ അടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയായിരിക്കണേന്ന്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയാണ്. എന്നോട് ഇന്നാളെ ഒരു ദിവസം ഗോതമ്പിൻ്റെ അലുവ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു സോഫ്റ്റാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ്, അതിനേക്കാളും സോഫ്റ്റാണ് ഈ ഒരു സംഭവം. കഴിച്ചു കഴിഞ്ഞെന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. ഇതിൻ്റെ രുചി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളൊരു രുചി അറിയത്തു പോലും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.